ജെന്റിൽമാൻ ലുക്കുള്ള ഒരു കലക്ടർ, ചടുലമായ ഡയലോഗ് പ്രസന്റേഷൻ വേണം, അധികം ശോഭിച്ച് സംസാരിക്കാനും പാടില്ല, എന്നാൽ ശോഭിക്കുകയും വേണം. ഇങ്ങനെ ഒരു വൈറ്റ് കോളർ ജെന്റിൽമാനെ മനസ്സിൽ പണിയുമ്പോൾ പൊതുവെ ആർക്കായാലും മമ്മൂട്ടിയുടെ മുഖവും ശരീരഘടനയുമാണ് മനസ്സിലേക്ക് വരിക. കിങ് എന്ന ചിത്രത്തിന് തുടക്കമിടുമ്പോൾ എന്റെയും രഞ്ജിയുടെയും മനസ്സിൽ മമ്മൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഷാജി കൈലാസ്. 94-ൽ കമ്മീഷണർ മെഗാഹിറ്റായി മാറി. തൊട്ടടുത്ത ചിത്രം രുദ്രാക്ഷൻ ഞാൻ രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റിലായിരുന്നു ഒരുക്കിയത്. എന്തോ ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം രുദ്രാക്ഷൻ തന്നില്ല. 95-ൽ ഞങ്ങൾ കിങ്ങിന്റെ കഥയുമായി മമ്മൂക്കയുടെ അടുത്ത് പോയപ്പോൾ അയ്യോ കിങ്ങോ, കിങ് എന്ന് പറഞ്ഞാൽ വളരെ വലുതല്ലേ, എന്നെ അത്രയും പൊക്കണോ എന്നായിരുന്നു മമ്മൂക്കയുടെ ചോദ്യം. കിങ് റിലീസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകളെ പോലും തോൽപ്പിച്ച് ജോസഫ് അലക്സിനെ പ്രേക്ഷകർ കൊണ്ടാടി. എന്നാൽ കിങ് ആൻഡ് കമ്മീഷണറിലെ മമ്മൂക്കയെ ഒരുക്കുമ്പോഴും കിങ്ങിലെ ജോസഫ് അലക്സിന്റെ ശരീരഭാഷയുടെ തുടർച്ച തന്നെയായിരുന്നു എന്റെയും രഞ്ജിയുടെയും ലക്ഷ്യം. അങ്ങനെ ഒരു പഞ്ചിന് വേണ്ടി നല്ല കിടിലൻ ഡയലോഗുകളായിരുന്നു രഞ്ജി എഴുതി വെച്ചത്. എന്നാൽ ഇതറിഞ്ഞ മമ്മൂക്ക എന്നെ വിളിച്ചു പറയുകയായിരുന്നു, ഷാജി നെടുങ്കൻ ഡയലോഗുകൾ ഒന്നും എനിക്ക് വേണ്ട, അതെല്ലാം സുരേഷിന് കൊടുത്താൽ മതിയെന്ന്.